ഞാനിന്ന് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ മെട്രോ സ്റ്റേഷനും നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ഇപ്പോൾ പോകാനുള്ള പരിപാടിയില്ല, വൈകുന്നേരം പോകും ഞാൻ. പക്ഷെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനെ 2 മെട്രോ സർവീസ് ഉള്ളൂ തോന്നുന്നു. ഒന്ന് ഗ്രീൻ ലൈനും ഒന്ന് പർപ്പിൾ ലൈനും. അതിൽ നമുക്ക് പോകേണ്ടത് ഇത് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കും. ഇന്ദിരാനഗർ എനിക്കറിഞ്ഞു എത്ര ദൂരം ഉണ്ടെന്ന്. ഒന്ന് മാപ്പിൽ നോക്കിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ബേസിക്കലി എൻ്റെ പിന്നിലുള്ളതാണ് ഇത് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഇതൊരു ടോക്കൺ എടുത്ത് 30 രൂപയാണ് ഇന്ദിരാനഗർ വരാൻ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ആക്ച്വലി പോകണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇവിടെ വന്നുകൊണ്ട് പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു ഇന്ദിരാനഗറും ഇതൊക്കെ നല്ല സ്ഥലമാണ്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ബേസിക്കലി ഞാൻ വന്നപ്പോൾ എനിക്ക് ഇന്ദിരാനഗറിൻ്റെ ഇതുണ്ട്. നമ്മൾ ഉള്ളിൽ ഇത് പേ ചെയ്ത് വരില്ലേ, അത് പേ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഉള്ളിൽ വേറെ മാപ്പ് നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതില്ല. എന്നുവെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടുവേർഡ്സ് വൈറ്റ്ഫീൽഡ് കടുകൊടി, പിന്നെ മറ്റത്. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്നത് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല. എനിക്കിതാ മനസ്സിലാവാത്തത്, ഇവരെന്ത് ഈ വീഡിയോ കാണുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നം വരും. നമ്മളുടെ രാജ്യത്തിനെ പ്രൊമോട്ട് ചെയ്യല്ലേ ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കാണണമൊക്കെ. അതും ആള് എന്നോട് കന്നഡയിൽ സംസാരിച്ചത്, വേറൊരു ഭാഷ ആൾ സംസാരിക്കില്ല. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, ആൾക്ക് മനസ്സിലാവില്ല. ഈ മെട്രോ സ്റ്റേഷനിലെ ആൾക്കാരില്ലാത്ത ഉള്ളിലെ ആൾക്കാരുണ്ട്. ഇതിൽ കയറാം, എവിടെ എത്താന്നറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഇന്ദിരാനഗർ എത്തി. ഇവിടെ നിന്നാണ് സംഭവം കൂടി. അങ്ങനെ ഞാൻ ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിലെത്തി. ഇന്ദിരാനഗറിലും ഒച്ചയ്ക്കും വെള്ളത്തിനും ഒരു കുറവൊന്നുമില്ല. നല്ല അടിപൊളി ഒച്ചയും വെള്ളവും. ഇവിടെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. മഴ ചാരി തുടങ്ങി. പണ്ടാറ് ഞാൻ എവിടെ ചെന്നാലും അവിടെ മഴ തുടങ്ങുന്നതാണ്. വ്ലോഗ് ചെയ്യാനും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ദിരാനഗറിൽ കുറച്ചും കൂടി ഒരു ഹെൽപ്പ് ക്രൗഡാണ്. എന്നോട് ആക്ച്വലി നമ്മുടെ ഒരു സബ്സ്ക്രൈബറും എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഒരു സിസ്റ്ററും കൂടിയാണ്. അപ്പോൾ ആളാ പറഞ്ഞത് ലതാജി. അപ്പോൾ ലതാജി ഇതേ ഞാൻ ഇന്ദിരാനഗറിലെത്തി. എനിക്ക് കണ്ടിട്ട് നല്ല രസമായിട്ട് തോന്നുന്നു. സംഭവം കുറച്ച് ക്ലീനും കൂടിയാണ് ഇവിടെ, വൈറ്റ് ഫീൽഡിൻ്റെ മാതിരിയല്ല. ഇന്ദിരാനഗർ കാണുമ്പോൾ എനിക്ക് ഒരു ചെറുതായിട്ടൊരു ഡൽഹിയുടെ മാതിരി ഒരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ ഈ മരങ്ങളും, പിന്നെ ഇത് കുറച്ചും കൂടി ഒരു ക്ലീൻ ആയിട്ടുള്ള ഏരിയയാണ്. പക്ഷെ നമ്മൾ ആ വൈറ്റ് ഫീൽഡിൽ കണ്ട വിജയനഗറും ദേവനഗറും അയ്യോ ഒന്നും പറയണ്ട. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുക. എൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഈ ബാംഗ്ലൂർ സിറ്റി ഭയങ്കരമായിട്ട് ഒരു കോസ്മോപോളിറ്റൻ ആക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് ഇവർ. ഇത് സമയമെടുക്കും, കാരണം വർക്കൊക്കെ ഭയങ്കര സ്ലോ ആണ് ഇവിടെ. ഞാനിപ്പോൾ മെട്രോൻ്റെ വർക്കും ഉണ്ട്. അങ്ങനെ 2-3 ആൾക്കാർ മാത്രമേ ജോലി ചെയ്യേണ്ടായിരുന്നുള്ളൂ. അന്ന് അതുമാതിരി തന്നെ നമ്മൾ ഡൽഹിയുടെ മെട്രോ വർക്കും പിന്നെ കൺസ്ട്രക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. അവർ കുറച്ചും കൂടി എനിക്കൊന്ന് സ്പീഡിലാണ് സംഭവങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് നടക്കണം. അപ്പോൾ ലതാജിനോട് എനിക്ക് ഒരു താങ്ക് യു പറയണം, എനിക്ക് ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തതിന്. ഇതിനെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡൽഹിയുടെ ഓർമ്മ വന്നു. ഈ സ്ഥലം നമ്മളുടെ സെയിം ഡൽഹിയിലെ സഫ്ദർജംഗ് എൻക്ലേവും പിന്നെ സൗത്ത് എക്സ്റ്റൻഷനും അതിൻ്റെ ഒക്കെ മാതിരിയുണ്ട് ഈ സ്ഥലം. കുറച്ചും കൂടിയും ഹിപ്പും ആയിട്ടുള്ള ക്രൗഡാണ് ഇവിടെ. നമ്മളൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു സ്ഥലം ബേസിക്കലി ഒരു ഏരിയ വെച്ച് നോക്കിയിട്ടൊന്നും ചെയ്യാറ്. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ സ്പെഷ്യലി സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി ആയിട്ട് ഇത്രയും കച്ചറായിട്ട് അവരതിനെ ഒന്നും ശരിക്കും നോക്കാണ്ട് ബാക്കിയുള്ള
പോഷ് ലൊക്കാലിറ്റി. അപ്പോൾ നമ്മളുടെ ഡിഫറൻസസ് നമ്മൾക്ക് കാണാമല്ലോ. നമ്മൾക്ക് ഡൽഹിയിലും കാണാം, അത് ബാംഗ്ലൂരിലും കാണാം, എല്ലായിടത്തും നമ്മൾക്ക് അങ്ങനെ കാണാം. എന്ന് വെച്ചാൽ പോഷ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നാട്ടിൽ ഹൈ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം, VVIPസും, അതൊക്കെ നല്ല ക്ലീനും ഇതൊക്കെ ആയിരിക്കും. പിന്നെ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലം വളരെ കച്ചറൊക്കെ ആയിട്ട്. അത് ഇല്ലിറ്ററസി കാരണമാണോ? ഈ ഏരിയ ഒക്കെ നോക്കി, ഇതൊക്കെ എനിക്കൊന്ന് റെസിഡൻഷ്യൽ ഏരിയയും പിന്നെ കുറേ കമ്പനീസൊക്കെ ഉണ്ട് ഇവിടെ, ഡോക്ടേഴ്സ്, CA, അങ്ങനെ പല ആൾക്കാരും. ഈ ഏരിയ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹൗസിങ്ങിൻ്റെ ഇതിൽ ഞാൻ ചെക്ക് ചെയ്തു. ഇവിടെ ഒക്കെ ഡബിൾ ബെഡ്റൂമിന് 50,000 ഒക്കെയാണ് ബൈ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. സെയിം പ്രൈസ് നമ്മൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ സഫ്ദർജംഗിലും ഇത്രയില്ല. പക്ഷെ ഇവിടെ ഇറ്റ്സ് ആക്ച്വലി എക്സ്പെൻസീവ്. 3rd ക്രോസ്, ഇന്ദിരാനഗർ, 2nd സ്റ്റേജ്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാട്ടോ, ഇതൊക്കെ ശരിക്കും ഒരു ഡൽഹി സ്റ്റൈല് എന്താ കോട്ടീസും വില്ലാസൊക്കെ മാതിരി ഉണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് ദി സെയിം. ഇവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് ഇവർ. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ നല്ല പൈസ ടീമുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നിട്ടത്. ഇത് കണ്ടില്ലേ, എക്സാക്ട്ലി നമ്മളുടെ സെയിം ഡൽഹി സ്റ്റൈല് വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് കുറച്ച് ചൂടുണ്ട് കൈസ് ഇവിടെ. എന്ന് വെച്ചാൽ നടന്നതിൻ്റെ ക്ഷീണമായിരിക്കും ചിലപ്പോൾ, പക്ഷേ വേർക്കുന്നുണ്ട് കുറച്ച്. നടന്ന് ക്ഷീണിച്ച് ഒരു ചായ എടുത്ത് ഇവിടെ എല്ലാ മുക്കിലും മൂലയ്ക്കും നമുക്ക് ചായ കിട്ടും. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ചായയുടെ സൈസ് ഉണ്ട്, ഭയങ്കര ചെറുതാണ്. 10 രൂപയ്ക്ക്, ചിലയിടത്ത് 12 രൂപ, ചിലയിടത്ത് 15 രൂപ. നമ്മുടെ ഗോൾഗപ്പയുടെ ടേൽ ഇവിടെ ഉണ്ട്. ഈ സിറ്റി നല്ലോണമൊന്നും എനിക്കൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നട്ടെ ഇവർ, ഇന്ദിരാനഗർ. നമ്മൾ ആ വൈറ്റ് ഫീൽഡ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും വല്ല ഇംഗ്ലീഷുകാരുടെ സ്ഥലം മാതിരി ആയിരിക്കുന്നു. പണ്ടാറടങ്ങാൻ അവിടെ ചെല്ലുമ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്, ഒരു കച്ചറ സ്ഥലം. അപ്പോൾ നമ്മൾ പേര് വെച്ച് നോക്കിയിട്ട് പോരുത് ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പേര് വെച്ച് നമ്മൾ വിചാരിക്കും ഓ വൈറ്റ് ഫീൽഡ്, ഓ വാവ്, ഇംഗ്ലീഷുകാരുടെ പേര് മാതിരിയൊക്കെ ഉണ്ട്, നല്ല സ്ഥലമായിരിക്കുന്നു. ഇന്ദിരാനഗർ ഇപ്പോൾ പറഞ്ഞ മാതിരി അങ്ങനെ പല സ്ഥലവും ബാംഗ്ലൂരിലുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ മാതിരി തന്നെ, വിച്ച് ഈസ് ലിവബിൾ ഏരിയാസ് ബേസിക്കലി. എന്നാലും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നെഗ്ലക്റ്റ് ചെയ്യണത്? എന്ന് വെച്ചാൽ നല്ലൊരു ഏരിയ ഉണ്ട് വൈറ്റ് ഫീൽഡ്, അതെന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ സ്ഥലങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ്? അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ വീട്ടിൽ തിരിച്ചു പോകണം. 4:30 പാൻ പറഞ്ഞു തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ നമുക്കൊരു വേറൊരു സ്ഥലത്ത് പോകുന്ന പറഞ്ഞത്. അവളൊരു സർപ്രൈസാണ്, ബാംഗ്ലൂരിന് നല്ല ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെട്രോൻ്റെ സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം മെട്രോയിൽ നമ്മൾക്ക് മെട്രോൻ്റെ ഉള്ളല്ലോ, ഞാൻ പുറത്ത് സ്റ്റേഷനിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് എടുക്കായിരുന്നു. അപ്പോൾ അത് സമ്മതിച്ചില്ല അവർ. പിന്നെ അതുമാത്രമല്ല, ഇവർ വേറെ ഭാഷ സംസാരിക്കണമില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ പിന്നെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാര്യം വിട്ടു. അപ്പോൾ ഇതാണ് ഇന്ദിരാനഗർ ഗൈസ്, നിങ്ങൾക്ക് കാണാം. ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ്റെ മെയിൻ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ അധികം ട്രാഫിക്കൊന്നും കാണുന്നില്ല. സമയം ഇപ്പോൾ 4:15. ഒരു ദിവസം സമയമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഈ സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ വേണ്ട ഗൈസ്. വേറൊരു സംഭവം ഇപ്പോൾ മനസ്സിലായി. എൻ്റെ കയ്യിൽ ഈ ഡൽഹിയുടെ മെട്രോ കാർഡ് ഉണ്ടായിരുന്നു, ഫോർ യൂസ് ഓൺലി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ മുകളിൽ കണ്ട് ഇങ്ങനെ ഈ ഒരു കാർഡ്, രൂപേൻ്റെ പ്രീപെയ്ഡ് കാർഡ് വെച്ച് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ എൻ്റെ 133 രൂപ അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചു, അത് വർക്ക് ചെയ്തു. അപ്പോൾ ബേസിക്കലി ഈ കാർഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മൾക്ക് ഏത് മെട്രോയിൽ ഉപയോഗിക്കാം. ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ വലുത് തന്നെയാണ്, പക്ഷേ ജനങ്ങൾ ഇതുവരെ അധികം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല ഇവിടുത്തെ മെട്രോ. നമുക്ക് പോകേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് ലിഫ്റ്റ് ഇല്ല, പക്ഷെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്ക് ഉണ്ട് ലിഫ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ബേസിക്കലി മെട്രോ കാർഡാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെട്രോ കാർഡ് മാത്രമല്ല, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളുടെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും നമ്മൾ പോകുക, നല്ലൊരു പരിപാടി തന്നെയാണ്, നല്ലൊരു ഡെവലപ്മെൻ്റ്. അത് മെട്രോ സ്റ്റേഷനൊക്കെ നല്ല ക്ലീനാണ് ഇവിടെ, അടിപൊളി. പക്ഷെ ഇവിടെ ആകെ 2 ലൈനുള്ളൂ, ഒന്ന് ഗ്രീനും പിന്നെ പറഞ്ഞാൽ ഈ വയലറ്റ് പർപ്പിളും കണ്ടുള്ള ലൈൻ. ഈ 2 ലൈൻ മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ഫ്യൂച്ചറിൽ വരെയായിരിക്കും. പക്ഷെ മെട്രോൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഈ സ്റ്റേഷനിലും പിന്നെ നമ്മുടെ സ്റ്റേഷനിലും ആൾക്കാരുടെ അടുത്തില്ലെന്നുണ്ട്. എന്നാലും ഡൽഹിയുടെ അത്രയും തിരക്കില്ല, ബോംബെയും ഡൽഹിയുടെ ഒക്കെ ഉള്ള തിരക്കില്ല. കംഫർട്ടബിളായിട്ട് നമുക്ക് നിൽക്കാം. നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്, മെട്രോ. ഇതാണ് പർപ്പിൾ ലൈൻ. അങ്ങനെ ഒരു ഗ്രീൻ ലൈൻ മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ. പർപ്പിൾ ലൈൻ, ഒരു ഗ്രീൻ ലൈൻ മാത്രം.
പിന്നെ അവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഉണ്ടാക്കുന്നുള്ളൂ തോന്നുന്നു. ഞാനിവിടെ ബെന്നിപ്പാലഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങി, കാരണം ഞാനൊരു നല്ലൊരു ലേക്ക് കണ്ടു ഇവിടെ. എന്തൊരു തിരക്ക് ഇവിടെ. ₹19 എക്സിറ്റ് കെയർപുര മഹാദേവപുര സൈഡ്. അപ്പോൾ ഇത് നമ്മളെ ആക്ച്വലി കെയർപുര മഹാദേവപുര സൈഡാണിത്. ഞാനിവിടെ ഇറങ്ങാൻ കാരണം ഇതേ അവിടെ കണ്ടില്ല ഒരു ലേക്ക്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്, കാരണം ഒന്ന് വെറുതെ ഒരു ചെറുതായിട്ടൊന്ന് നോക്കാണ്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ട് ഈ ലേക്കാണ്. ട്രാഫിക്കിൻ്റെ ഒച്ച കേട്ടോ നിങ്ങൾ, ഒടുക്കത്തെ ഒച്ച ട്രാഫിക്കിൻ്റെ. ഈ പാർക്കാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത് ഗൈസ്. ഇവിടെയും ഈ പാർക്കിൻ്റെ ആയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, കാരണം തൊട്ടപ്പുറത്ത് തന്നെയാണ് റോഡ്. ഇവിടെ കച്ചറില്ല, പക്ഷെ റോഡാ. പക്ഷെ ഒച്ചയും വെള്ളം കേട്ടില്ലേ, ഈ സൗണ്ട് വെച്ചാൽ ഈ സൗണ്ട് നമ്മൾ കേട്ടോണ്ടിരുന്നാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാവും, മനസ്സിലായില്ലേ? ആൻഡ് ഇത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് പാർക്ക് എത്ര ഉണ്ടെന്ന്. ഇത് പാർക്കല്ല, ഒരു ലേക്കാണ്. ആ ലേക്കിൻ്റെ ഫുള്ളൊരു ഇതായിട്ട് അവർ ഇതുണ്ടാക്കിയിരിക്കുക, എന്നുവെച്ചാൽ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ ഒരു ഏരിയ ആയിട്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഈ ലേക്ക് നല്ല അടിപൊളി ലേക്ക്. അത് ക്ലീൻ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ചൊക്കെ കച്ചറ അവിടെ കാണുന്നു നമുക്ക്. അവിടെ ഞാൻ കയറിയപ്പോൾ ഒരു പോലീസുകാരി പെണ്ണുണ്ടായിരുന്നു, ഫ്രീ എൻട്രി ആണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ട ഒരു വഞ്ചി കണ്ട അവിടെ. എനിക്കൊന്ന് ഇവിടുത്തെ വഞ്ചികളൊക്കെ ഇത് മാതിരി തോന്നുന്നു, റൗണ്ട് ഷേപ്പിൽ. പ്ലാസ്റ്റിക് അത്, പക്ഷെ ആരുമില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ആ സൺസെറ്റ് എനിക്കൊന്ന് അവിടെ നിന്നായിരിക്കും, നല്ല രസമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പണ്ടാറടങ്ങാനുള്ള ബ്രിഡ്ജ് പോണ കണ്ട. ഇത് കണ്ട, ഇവിടെ എങ്ങനെ സമാധാനമായിട്ട് നമ്മൾ നടക്കാനാ? എനിക്കൊന്ന് ഈ നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളും ഇതൊക്കെ അവർ ഫുൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ചിരിക്കും ഇവിടെ ആൾക്കാർ. നല്ല സ്ഥലം, അടിപൊളി സ്ഥലം. ഐ റിയലി ലൈക്ക് ദിസ് പ്ലേസ്. പക്ഷേ ഈ ഒച്ചയും വെള്ളം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും വാക്കിങ്ങോ ജോഗിങ്ങോ മോർണിംഗ് എക്സസൈസോ ഈവനിങ് എക്സസൈസോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓ എന്തോരച്ചാ. എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഓരോരോ കുറ്റങ്ങൾ നമ്മുടെ ഇന്ത്യനെ പറ്റിയിട്ട് പറയുമ്പോൾ, കുറ്റങ്ങളല്ല, ഞാനത് അവയർനെസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നടക്കാൻ പറ്റിയ നല്ല സ്ഥലം, നല്ല കാറ്റുണ്ട് ഇവിടെ. പക്ഷേ ഇതാണ് പ്രശ്നം, ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ട്രാഫിക്കാണ്. ഇത് മുമ്പിലും ഇവിടെ എൻ്റെ പിന്നെ 2 ഏജായ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർ പാവങ്ങൾ പീസ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് വന്നിരിക്കണം, പക്ഷെ ആ പീസ് കിട്ടണില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, എന്നോട് ഇങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു, ഇങ്ങനെ തിരിച്ച് പോകണം എന്നുള്ള ഫീലിംഗ് ഉണ്ടോ ദുബായിലേക്ക്, കാരണം ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇന്ത്യയിലുള്ളത്. സത്യം പറഞ്ഞാലില്ല. ഞാൻ എത്ര പ്രശ്നങ്ങളായാലും ശരി ഇന്ത്യയിൽ, ഞാൻ ഒരിക്കലും ഇനി ഗൾഫ് രാജ്യമല്ല, ഏത് അമേരിക്ക ആയാലും ശരി, അവിടെ ആയാലും ശരി, എവിടെയായാലും ശരി, ഞാൻ ഇനി ജോലി ചെയ്യാനോ എങ്ങാനും ചിലപ്പോൾ അങ്ങനെ ടൂറിസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിന്നിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ജോലി ചെയ്യാൻ എൻ്റെ നാട് വിട്ടിട്ടോ എൻ്റെ പാസ്പോർട്ട് വിട്ടിട്ടോ ഞാൻ കളിക്കില്ല. എൻ്റെ സിറ്റിസൺഷിപ്പ് വിട്ടിട്ട് ഞാൻ ഒരിക്കലും കളിക്കില്ല. നമ്മുടെ നാട് എങ്ങനെയായാലും ശരി നമ്മുടെ നാടാണ്, നമ്മുടെ ഇന്ത്യയാണ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. ആൻഡ് ഐ റിയലി മിസ്ഡ് ഇറ്റ്. ഈ കാണുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. പണ്ടത്തെ നമ്മളുടെ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, ഞാൻ എൻ്റെ 90s കാര്യമാണ് പറയുന്നത്. 90s ഞാൻ 20s എൻ്റെ. ആ സമയത്തൊക്കെ കാണുന്ന കോലം കാണണമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡെവലപ്മെൻറ്റ്സും ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് അഡ്വാൻസ്ഡ് എ ലോട്ട്. യെസ്, കുറേ സംഭവങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് നമ്മൾക്ക്. ആൻഡ് വിച്ച് വിൽ ഹാപ്പൻ, ഇല്ലയെന്നല്ല, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ നാട്ടിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല്ലിട്രസിയാണ്. ഇന്ത്യയിൽ ഇല്ലിട്രസിയാണ് കൂടുതലും, അതും സ്പെഷ്യലി നോർത്തിൽ. എത്ര നമ്മൾ നോർത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണോ, പിന്നെ പോവർട്ടി ലൈൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇൻ അനദർ 50 to 100 years we will be next level. You get me what I'm saying? ഓ, ഇത് ഇത്രയും വരെ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് ഇതേ കറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ബേസിക്കലി പൂട്ടിരിക്കുക. ഇതെനിക്കൊന്നിപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഉണ്ടായിരിക്കും. മുകളിൽ തന്നെ പാലം കണ്ടില്ലേ, പക്ഷേ കുഴപ്പമില്ല, നല്ല അടിപൊളി പാലാണത്. നല്ലോണം നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പാലത്തിനൊന്നും ഈ ബിൽസ് ഇല്ല, നമ്മുടെ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ഇതൊന്നും പോസ്റ്ററൊന്നും ഒട്ടിച്ചിട്ടില്ല. നമ്മുടെ ഡൽഹിയിൽ ഇഷ്ടം പോലെ അത് കാണാം. ഇപ്പോൾ ഡൽഹിയിലും അത് നിർത്താൻ പോകുന്നു, ഭയങ്കരമായിട്ട് അത് ഫൈൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ പുതിയ മെട്രോ ലൈനൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി പകുതി പണി കഴിഞ്ഞു, ഇനിയും മെട്രോ ലൈൻ അവർ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ ഇവർ ഡെവലപ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ സ്ലോ എന്ന് മാത്രം. ഹോപ്പ്ഫുള്ളി ഇനാണിത് 15, 20, 25 years നമ്മൾ വേറൊരു ലെവൽ ബാംഗ്ലൂരായിരിക്കും കാണാൻ പോണത്.
ആൻഡ് ഐ എം ഷുവർ ദിസ് ഈസ് ഗോൺ ബി ടോട്ടലി എ മെട്രോപൊളിറ്റൻ സിറ്റി. അതെനിക്ക് കണ്ടാലേ മനസ്സിലാക്കാം. ടോട്ടലി ഒരു ദുബായ് ലൈഫ് സ്റ്റൈൽ മാതിരിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറെ കാര്യം ഞാൻ ഇന്ദിരാനഗറിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്ദിരാനഗർ വളരെ ഒരു യങ് ക്രൗഡിൻ്റെ ഒരു ഏരിയയാണ്. ഫുള്ള് കള്ള് ഷോപ്പും പബ്ബും എന്താ നൈറ്റ് ലൈഫുള്ള ഒരു സ്ഥലമാണ് ഇന്ദിരാനഗർ, വിച്ച് ഐ സോ ദെയർ. സോ ഐ ക്യാൻ സി എവറി 200 meters 100 meters 300 meters നമ്മൾക്ക് ഒരു പബ്ബ് കാണാം അവിടെ. അപ്പോൾ ബേസിക്കലി ഒരു നല്ലൊരു നൈറ്റ് ലൈഫുള്ളൊരു സ്ഥലമാണത്. എനിക്ക് ഈ ഒരു ഡി ജെയുടെ ഇത് കിട്ടുന്ന വെച്ചാൽ ചിലപ്പോൾ ട്രൈ ചെയ്യുന്ന വെച്ചാൽ, ഇഫ് ഐ എം ഷിഫ്റ്റിംഗ് ടു ബാംഗ്ലൂർ മേ ബി ഐ വിൽ ട്രൈ ടു ലിവ് ദെയർ ഓൺലി ഓർ ക്ലോസ് ബൈ. ലെറ്റ് സി. ഇനിയും കുറേ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആക്ച്വലി. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് തിരിച്ചിഞ്ഞു നമ്മളെ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു, കാരണം ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട്. പക്ഷേ നെക്സ്റ്റ് സ്റ്റേഷനാണ് എൻ്റെത്. അപ്പോൾ അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് ഇനി പോകാൻ വേണ്ടിയിട്ട് സെയിം മെട്രോ പിടിച്ചിട്ട് തന്നെ പോകേണ്ടി വരും. ഞാൻ ഈ ലേക്ക് മെട്രോ ഒന്ന് കണ്ടപ്പോൾ അതിന് വേണ്ടി മാത്രം ഇറങ്ങിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബെന്നിഗനഹള്ളി. ഓ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പേര്. ഞാൻ എൻ്റെ സ്റ്റേഷൻ്റെ പേര് മറന്നു. എന്ത് ചെയ്യും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഫുള്ളി ക്ലീൻ ഷേവ് ചെയ്തു. ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. കുറേ നാളെ അങ്ങനെ താടി വയ്ക്കും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഫുള്ള് ഷേവും ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനായിട്ട് തോന്നും ചിലപ്പോൾ. ഇവിടെ ഉണ്ടല്ലോ പ്ലാറ്റ്ഫോമിൽ മാപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നാണ് വന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകണം. എനിക്ക് സിംഗനയ പലയ എന്ന് പറഞ്ഞ സ്ഥലത്തപ്പോൾ ഉണ്ടാവും. അപ്പോൾ എനിവേസ് ട്രൈ ചെയ്യുക. എത്തി. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഇതിനൊന്ന് പ്രൊണൗൺസ് ചെയ്യോ ഗൈസ്? എനിക്കിത് പറയാൻ അറിഞ്ഞൂടാ. ഒരു രസം അറിയണോ ഗൈസ്? ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ 30 രൂപയുടെ ഒരു ടോക്കൺ എടുത്തത്. എനിക്ക് അറിഞ്ഞുമായിരുന്നു എൻ്റെ ഈ കാർഡ് ഉണ്ടെന്ന്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കാർഡ് ഉപയോഗിച്ചു. ഞാൻ ആ ബനഹള്ളി എന്തോ സ്ഥലത്തിറങ്ങി ലേക്ക് കണ്ടു. അവിടേക്ക് 11:50 പിന്നെ ഇവിടേക്ക് 9:50. ബാറ്ററി മാറ്റം നോക്കി ഇവിടെ. എനിക്കൊന്ന് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇതന്നെ ആവുമ്പോൾ എല്ലായിടത്തും ഈ ബാറ്ററി സംഭവം. ബാക്കിയല്ലാതെ ഇപ്പോൾ പെട്രോളൊക്കെ പോകും കുറച്ച് കഴിഞ്ഞാൽ. നമ്മളുടെ വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കച്ചറ പിടിച്ച സ്ഥലം, പക്ഷെ കുഴപ്പമില്ല. ഇതും ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേനും ഇന്ദിരാനഗർ മാറി ആവുന്നതാണ് തോന്നുന്നത്. നമ്മുടെ നാടൻ ടൈപ്പ് ചായ ഉണ്ട് ഇവിടെ, അടിപൊളി. ഇത് കുടിച്ചു നോക്കാം. നമ്മ പശു നമ്മ ബംഗളൂരുവിൽ. ഇതാണ് നമ്മളുടെ വൈറ്റ് ഫീൽഡിലുള്ള ഡെവലപ്മെൻറ്റ്. ഇതുവരെ എനിക്ക് കിട്ടിയിരുന്ന ഇവിടെ ബാംഗ്ലൂരിൽ ചെറിയ ഗ്ലാസ്സിലായിരുന്നു. ഇത് നല്ല അടിപൊളി സൈസാണ്. ഇതൊന്ന് കുടിച്ചു നോക്കാം. നല്ല ചായ. ചായയൊക്കെ അടിപൊളിയാണ്, പക്ഷേ ലൊക്കാലിറ്റി ചായയുടെ ഒപ്പം കുടിക്കാൻ വേണ്ടി പറ്റില്ല. നല്ല മണം. ഈ ചായ നമ്മൾ ഇന്ദിരാനഗറിൽ കുടിക്കാന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. നല്ല ജേഴ്സി പശു. ഇതിനൊക്കെ ഇങ്ങനെ വഴിയിലിരുന്ന ഓണേഴ്സിനെ സമ്മതിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെയാണ് പ്രശ്നം. ഇത് കണ്ടോ, വൈറ്റ് ഫീൽഡിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇതൊക്കെ അതെ ഫുള്ളൊരു IT ഹബ്ബാണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരണുള്ളൂ ഇപ്പം. പക്ഷേ പറഞ്ഞ മാതിരി റൈറ്റ് സൈഡിൽ സംഭവം തന്നെയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ട്രാഫിക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഇതുണ്ടല്ലോ, ഈ ഒച്ചയമ്പളൊക്കെ കേൾക്കുമ്പോൾ ഒരു ജാതി തലയ്ക്ക് വട്ട് പിടിക്കുന്ന മാതിരിയാണ്. ഒന്നാമത്തെ ഇത്ര ഹൈ ഫ്രീക്വൻസി സൗണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഏരിയയാണ്. ഇത് നോക്കിയാൽ അടിപൊളി സ്ഥലം. ഇതും വൈറ്റ് ഫീൽഡിൽ തന്നെ കേട്ടോ. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫുള്ള് കച്ചറ. ഇതാണ് ഞാൻ പറയണത്. എന്നുവെച്ചാൽ നല്ലൊരു സ്ഥലം, അവരുടെ സ്ഥലം കഴിഞ്ഞിട്ടുള്ള സ്ഥലം അവർ ടേക്ക് കെയർ ചെയ്യില്ല. വൈ ഷുഡ് ദേ? അതുമാതിരി. അത് കണ്ട ഇത്രയും നല്ല സ്ഥലം, അത് കഴിഞ്ഞ പിന്നെ എന്നതേ ഫുള്ള് കച്ചറ. വേറൊരു പശു. എനിക്ക് ഈ ജീവികളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പാവം തോന്നും. എന്നുവെച്ചാൽ അവരുടെ പണി കഴിഞ്ഞപ്പോൾ ഇവന്മാർ അങ്ങോട്ട് റോഡിലേക്ക് വിട്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ പശു പാല് തരുന്നില്ല എന്ന് വെച്ചാൽ കലാസ് അതിനങ്ങോട്ട് റോഡിൽ വിടാം. അറ്റ്ലീസ്റ്റ് എന്നതിനെ ടേക്ക് കെയർ ചെയ്യുക. അതൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച്, നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിലും അതെ, ഈ പെട്രോൾ പമ്പൊക്കെ നല്ലോണം പുരോഗമിച്ചിട്ടുണ്ട്.
ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. നല്ല അടിപൊളി പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഓഫീസ്. ഈ ഏരിയ ഒക്കെ നോക്കിയാൽ നല്ല ഏരിയയാണ്, പക്ഷേ ഇത് ശരിക്കും ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇന്ദിരാനഗർമാർ നല്ല ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അവന്മാർ ഇത് ബിൽഡിങ്ങും മറ്റോ കുറച്ചൊക്കെ ഉണ്ടാക്കണം. പക്ഷെ അതുമാതിരി തന്നെ അവർ അതിന് ടേക്ക് കെയറും ചെയ്യണില്ല. അത് കണ്ട കച്ചറ കണ്ടല്ലോ റൈറ്റ് സൈഡിലൊക്കെ. എൻ്റെ അമ്മേ ഒന്നും പറയണ്ട. അപ്പോൾ വൈറ്റ് ഫീൽഡ് ഏരിയ പൊതുവെ കണ്ട ഇപ്പോൾ ഒരുത്തന്നെ ഇവിടെ മൂത്രം വയ്ക്കണേ. അപ്പോൾ വൈറ്റ് ഫീൽഡ് ഏരിയ പൊതുവെ എവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലടാ സത്യം പറയാം. ഞാൻ പുറത്ത് ഈ വഴിയിൽ മൂത്രം വയ്ക്കുന്ന തെണ്ടികളുണ്ടല്ലോ, അവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്തേലും വെച്ച് തല്ലണം പന്നികളാ. ഒരു ജാതി നമ്മുടെ സ്ഥലം തന്നെ കച്ചറാക്കും. ഇങ്ങനത്തെ കുറെ വിവരമില്ലാത്ത കുറെ തെണ്ടികളുണ്ട് ഇങ്ങനെ. നല്ല കാർമേഘം മക്കളെ, മഴ പെയ്യുന്നത് തോന്നുന്നു. നല്ല മഴക്കാറുണ്ട് ഭായി. നമ്മൊന്ന് പുറത്തു പോകേണ്ടിയിരിക്കായിരുന്നു. എന്തോ ഭയം കൊണ്ട് ഞാൻ പുറത്തു പോയിട്ട് എത്തി. വീട്ടിൽ മഴ പെയ്തില്ല. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. എന്തൊരു സമാധാനമാണെന്നറിയോ, ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഇന്ന് ഞാൻ എൻ്റെ ഡെസിബൽ മീറ്ററിൽ പുറത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ടച്ചിങ് ഓൾമോസ്റ്റ് ലൈക്ക് 85 to 90 decibels, which is actually too much. It is really too much, not good for us. It can increase your stress level so much that I don't know what to tell you about this. പിന്നെ ഞാനിന്ന് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കച്ചറയുടെ സംഭവമില്ലേ, അത് ബേസിക്കലി പണ്ട് ബാംഗ്ലൂരിൽ ഈ ഡ്രം സിസ്റ്റം ഉണ്ടായിരുന്നു. പുറത്ത് ഇവർ ഈ സിമെൻറ്റിൻ്റെ റൗണ്ടായിട്ടുള്ള നമ്മുടെ ഈ കിണറിലൊക്കെ കൂത്തുള്ളൂ, അതുമാതിരത്തെ ഡ്രം സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിലൊക്കെ ചെന്നിട്ടാണ് ആൾക്കാർ കച്ചറ ഇട്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏതൊരു പുതിയ പാർട്ടി എങ്ങാണ്ട് വന്നപ്പോൾ അയാൾ അത് ഹോം കളക്ഷനാക്കി മാറ്റി. ഹോം കളക്ഷനിൽ അവർ വെറ്റും പിന്നെ ഡ്രൈയും അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇടുന്നു പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, നമ്മളുടെ ഇവിടെ തന്നെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെ ഒരു ബ്ലൂവും ഒരു ഗ്രീൻ കളറ് ഇതുണ്ട് ഡബ്ബ. ആ ഡബ്ബയിൽ ബ്ലൂവിൽ നമ്മൾ ഇത് എന്താ പറയുക ഡ്രൈയും പിന്നെ ഡ്രൈ വേസ്റ്റും പിന്നെ ഗ്രീനിൽ നമ്മുടെ വെറ്റ് വേസ്റ്റും എന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറിയും ഇതൊക്കെ നമ്മൾ കഴിക്കണവും പിന്നെ ചായല ഇതൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കാറ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുമ്പോൾ ബേസിക്കലി ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ വൈഫ് പ്ലാസ്റ്റിക്കിൽ വെറ്റ് ഫുഡ് വേറെ വെറ്റ് വേസ്റ്റ് വേറെ അവർ വെച്ചിട്ട് പിന്നെ മറ്റേത് വേറെ വെച്ചിട്ട് എന്നിട്ട് എന്നോട് ഇന്ന് രാവിലെയാണ് അവൾ കളയാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ രണ്ടെണ്ണം ഇങ്ങനെ. നമ്മുടെ ഡൽഹിയിൽ അതില്ല. അത് നല്ലൊരു സിസ്റ്റമാണ്, ബേസിക്കലി ഇത് വർക്കൗട്ട് ചെയ്യും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കളക്ഷൻ്റെ ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ഫീൽഡ് ഏരിയയിലൊക്കെ ഈ കളക്ഷൻ്റെ ആൾക്കാർ വളരെ കുറവാണ്. മേ ബി മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് നമ്മുടെ ഈ ഇന്ദിരാനഗറും പിന്നെ പല സ്ഥലങ്ങളും ഡെവലപ്പായ കുറച്ചും കൂടി ഉള്ള സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവർ ശരിക്കും ടൈംലി ആ സർവീസ് ഉണ്ടെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാവുന്നുള്ളൂ, ഈ കച്ചവട പ്രശ്നങ്ങൾ, എസ്പെഷ്യലി വൈറ്റ് ഫീൽഡിൽ. ആൻഡ് താങ്ക് യു ലതാജി, എൻ്റെ സബ്സ്ക്രൈബറാണ്. ആൾ എന്നോട് പറഞ്ഞു ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്ദിരാപുരത്തിൽ പോയി. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് പ്ലേസ്. എനിക്ക് ഡൽഹിയുടെ ആ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവിടെ പോയപ്പോൾ എനിക്ക് I felt good because I felt like home. I am back home. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച് ലതാജി ഫോർ സജസ്റ്റിംഗ് മീ ദിസ് പ്ലേസ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ആൻഡ് ഗിവിംഗ് മീ ദ സപ്പോർട്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു ഗൈസ് ഹു ഹാസ് ഗിവൻ മീ ദിസ് മച്ച് ഓഫ് സപ്പോർട്ട് ഫോർ മൈ ചാനൽ. നമ്മളൊരു ചെറിയ ഫാമിലിയാണ് ആൻഡ് ദിസ് ഹാസ് ടു ഗ്രോ മോർ നൗ വിച്ച് ഐ ആം റിയലി വർക്കിംഗ് ഹാർഡ്. ഞാൻ ഡെയിലി ഇപ്പോൾ വ്ലോഗ് ഇടുന്നുണ്ട് ആൻഡ് ഐ എം ട്രൈങ് ടു പുട്ട് ഡെയിലി വ്ലോഗ്സ് so that I can connect with you guys daily just like a family. And if you like this vlog, ningal pudhiyanna channel, please consider subscribing, liking and commenting on my channel. What do you think about this vlog? Kanam cheru redu shesham. Bye.